ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായതും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മല്ലിയില കൊണ്ട് ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് നമുക്ക് തയ്യാറാക്കാം വളരെ പെട്ടെന്ന്. അതിനുവേണ്ടി 1 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തത്, ഇതിൻ്റെ കൂടെ 1 കപ്പ് കടലമാവ്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 6 വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ചതച്ചെടുത്ത കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അയമോദകം ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി കൂട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കൈക്കോട്ടൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. 1/2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് കൂട്ട് നന്നായി തയ്യാറാക്കിയെടുക്കാം. നമുക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്ത് തട്ട് തയ്യാറാക്കാം. ഈ തട്ടിലേക്ക് 1 ഇഞ്ച് കനത്തിൽ നമുക്ക് ഈ മാവ് പരത്തി കൊടുക്കാം. പരത്തിയെടുത്ത കൂട്ടിലേക്ക് കുറച്ച് വെളുത്തുള്ളി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പത്ത് മിനിറ്റ് നേരം നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അടച്ചു വെച്ച് 10 മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. സ്ക്വയർ ചെയ്തിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ പീസും നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കളറ് മാറിയിട്ടുണ്ട്. മറ്റേ സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ കുറച്ച് എണ്ണയെ സ്നാക്സിന് ആവശ്യമുള്ളൂ. ഇപ്പോൾ മുറിച്ചെടുത്ത എല്ലാ പീസുകളും നമ്മൾ ഇതേമാതിരി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എല്ലാ പീസും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള ഈ സ്നാക്സ് ചൂടോടുകൂടെ നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഒന്നാന്തരം സ്നാക്സാണ്. വളരെ രുചികരമായ സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നല്ല റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.